ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെയൊക്കെ ഈ ജീവിതം ഈ ലോകം കൊണ്ട് അവസാനിച്ചു പോകുന്ന ഒന്നാണോ? എന്താണ് നിങ്ങൾ പറയുന്നത്? നമുക്ക് ഈ ജീവിതത്തിന് ശേഷം നിലനിൽക്കുന്ന നിത്യമായ ഒരു ജീവിതമുണ്ടോ? എന്താണ് അതിന് തെളിവ്? പലപ്പോഴും ചെറുപ്പക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ ഒരു അനുഭവം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ലോകം കൊണ്ടെല്ലാം തീർന്നു പോകുന്നു, ഇതിന് ശേഷം ഒന്നുമില്ല. എന്താണ് അതിന്റെ തെളിവ്? അതിന്റെ തെളിവ് കർത്താവായ ഈശോമിശിഹായുടെ ഉത്ഥാനമാണ്. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽക്കും. ഈശോ ഉയർത്തെഴുന്നേറ്റു. ഈശോ പറഞ്ഞ കാര്യം സത്യമാണ് എന്ന് പരിശോധിച്ചറിയാനായിട്ട് ശിഷ്യന്മാർക്ക് ഭാഗ്യം ലഭിച്ചു. ശിഷ്യന്മാര് 1 യോഹന്നാനില് 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കണ്ണുകൊണ്ട് കണ്ടതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ ഞങ്ങൾ പ്രഘോഷിക്കുന്നു. അവർക്ക് കാണാൻ സാധിച്ചു, അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. ഈശോ സത്യമായിട്ടും ഉയർത്തെഴുന്നേറ്റു. ഈശോ പറഞ്ഞ കാര്യം അവൻ ജീവിതത്തിൽ പ്രവർത്തിച്ചു കാണിച്ചു. ഈശോ ഉയർത്തെഴുന്നേറ്റെങ്കിൽ മരണത്തിന് ശേഷം നമുക്കും നിലനിൽക്കുന്ന ഒരു ജീവിതം അവനോടുകൂടെ ഉണ്ട്. 1 കൊരിന്തോസ് 15-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. 32-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, മരിച്ചവർക്ക് പുനരുദ്ധാനമില്ലെങ്കിൽ നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം, എന്തെന്നാൽ നമ്മൾ നാളെ മരിച്ചു പോകും, നിങ്ങൾ വഞ്ചിതരാകരുത്. കർത്താവ് ഈശോമിശിഹ ഉയർത്തെഴുന്നേറ്റു. ഈശോമിശിഹായെ കാണാനും ഈശോ പറഞ്ഞ കാര്യം സത്യമാണെന്ന് അനുഭവിച്ചറിയാനും ശിഷ്യന്മാർക്ക് ഭാഗ്യം ലഭിച്ചു. ഈ സത്യം മനസ്സിലാക്കിയതിനു ശേഷം അവർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ചെല്ലുകയാണ്. ഈശോ ഉയർത്തെഴുന്നേറ്റു, ഈശോ സത്യമാണ്, ഏകരക്ഷകനാണ് എന്നുള്ള സത്യം എല്ലാവരോടും പറയാനായിട്ട്. നമുക്കറിയാം, അവരില് 11 പേരും ഈശോയ്ക്ക് വേണ്ടിയിട്ട് രക്തസാക്ഷ്യം വഹിച്ചു. ശിഷ്യന്മാരുടെ മാതൃക സ്വീകരിച്ച അനേകം പേര് ഇന്നും ഈശോയോടുള്ള വിശ്വാസത്തെ പ്രതി രക്തസാക്ഷികളാവുകയാണ്. അതിന്റെ എല്ലാം പിന്നിൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, മരണത്തിന് ശേഷം നിലനിൽക്കുന്ന ജീവിതം ഈശോയുടെ കൂടെ നമുക്കുണ്ട്. ആമേൻ.